എവ്രിവൺ. അപ്പോൾ മക്കളെ, ഫൈനലി നമ്മുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 27 വരെയാണ് എക്സാം നടക്കുന്നത്. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് എത്ര പോർഷൻസ് ആണ് ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എക്കണോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ മാക്രോ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. സോ ഈ രണ്ട് ബ്രാഞ്ചസിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഓണം എക്സാമിന് വരുന്നത്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, തിയറി ഓഫ് ഫോം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ എക്കണോമിക്സ്, അതായത് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, നമുക്ക് ഈ ഒരു ഓണം എക്സാമിന് ഉണ്ടായിരിക്കാം. മാക്രോ എക്കണോമിക്സിൽ നിന്നുള്ള പോർഷൻസ് നമുക്ക് ഓണം എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 ചാപ്റ്ററാണ് ഓണം എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ തേർഡ് ചാപ്റ്റർ ഏതാണ് ബിസിനസ് എൻവയോൺമെന്റ്, ആൻഡ് ഫോർത്ത് ചാപ്റ്റർ പ്ലാനിംഗ്, ആൻഡ് ഫൈനലി ഫിഫ്ത്ത് ചാപ്റ്റർ ഏതാണ് ഓർഗനൈസിംഗ്. ഇത്രയും പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ അക്കൗണ്ടൻസിയിലേക്ക് വരികയാണെങ്കിൽ അക്കൗണ്ടൻസിയിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഓണം എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഏതാണ് ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ്. അതിൽ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ആ ഒരു ചാപ്റ്ററിൽ തന്നെ അപ് ടു ഗുഡ് വിൽ കാൽക്കുലേഷൻ വരെയാണ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാനുള്ള പോർഷൻസ്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 4 ചാപ്റ്റർ ആണ് ഓണം എക്സാമിനുള്ളത്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? റിവ്യൂ ഓഫ് പ്രോഗ്രാമിംഗ്, ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് അറേസ്, ദെൻ തേർഡ് ചാപ്റ്റർ ഫംഗ്ഷൻസ്, ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ആണ് വെബ് ഡിസൈനിങ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ. ആൻഡ് ഫൈനലി നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ 4 ചാപ്റ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? 3 L's ഓഫ് എംപവർമെന്റ്, എനി വിമൻ, മാച്ച് ബോക്സ്, ആൻഡ് ഫൈനലി ഹൊറിഗല്ലോ. ഇത്രയും പോർഷൻസ് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇത്രയും പോർഷൻസ് നമുക്ക് കവറപ്പ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കാൻ തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോർഷൻസ് ഒക്കെ മുന്നിൽ വെച്ചിട്ട്, ഇത്രയും സബ്ജക്ട്സ് ഉണ്ട്, ഇതിന്റെ കൂടെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജും കൂടെ വരുന്നുണ്ട് അല്ലേ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് തന്നെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങണം. നമുക്ക് എന്ത് ചെയ്യണം, ഓഗസ്റ്റ് 18 എക്സാം നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.